അപ്പോൾ നമ്മുടെ 2025 ക്രിസ്മസ് എക്സാമിലെ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള മലയാളം എക്സാം ഇതാ ഇന്ന് തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻസും ആൻസറും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എപ്പോഴും വായിക്കാം എഴുതാം എന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എവിടെ തന്നെ ഉണ്ടായിരിക്കും? ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ തന്നെ ഉണ്ടായിരിക്കും. യെസ്. അപ്പോൾ പാരഗ്രാഫ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിന് നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കാറ്റ് ചിറക് വീശിയപ്പോൾ ചെടികൾ എന്താണ് ചെയ്തത്? അപ്പൊ ചെടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, തലയാട്ടി ചിരിക്കായിരുന്നു ചെയ്തത്. വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സി മാർക്ക് ചെയ്തവർക്കാണ് ഇവിടെ മാർക്ക് കിട്ടുള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കാം. മണം എന്ന വാക്കിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണെന്നാണ്. അപ്പൊ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇവിടെ പൂക്കളുടെ ഗന്ധമായിരുന്നു എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും വരിക? ഓപ്ഷൻ ബി ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി കാറ്റിനൊപ്പം യാത്ര ചെയ്തത് ആരാണ്? ഇവിടെ പറയുന്നുണ്ടല്ലേ, ഇവിടെ ഈ യാത്ര എവിടെ തിരുന്നു, അവിടെയാണ് വരുന്നത്. പൂമ്പൊടിയാണ് ചെയ്തത് അല്ലേ, യാത്ര ചെയ്തത്. അപ്പൊ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ മരം കാറ്റിനെ സ്വീകരിച്ചത് എങ്ങനെയാണ്? അതും ഇവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇലകളാട്ടി പൂക്കൾ ചൊരിഞ്ഞാണ് സ്വീകരിച്ചത്. അപ്പൊ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇനി ലാസ്റ്റ് നിങ്ങൾ പദം പിരിച്ചെഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ രേണു മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇലകളാട്ടി എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? ഏത് ഓപ്ഷനാണ് വരിക? ഓപ്ഷൻ എ ആണ് ആട്ടിയാണ് വരിക. ഓക്കെ. അപ്പൊ ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ചോദ്യം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ വരികൾ കൂട്ടിച്ചേർക്കാനാണ്. അതും എങ്ങനെയാണ് വരികൾ കൂട്ടിച്ചേർക്കേണ്ടത് എന്നുള്ള വേറെ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം അല്ല, ഇതുപോലെ വേറെ വേറെ ആയിരിക്കും തരിക എന്നുള്ളത്. അതെങ്ങനെ എഴുതണം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന വരിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. അല്ലാതെ ആദ്യം തന്ന വരി വേറെ, പിന്നെ ചക്കാന്ന് പറയുമ്പോൾ വാങ്ങാന്ന് എഴുതരുത്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം. ഒരു 4-5 വരികൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ ചോദ്യത്തിലുണ്ട് 4 വരികൾ കുറയരുത്. അപ്പൊ 4 വരികൾ എഴുതണം എന്തായാലും നിർബന്ധമായിട്ട്. അപ്പൊ നമുക്ക് നോക്കാല്ലേ. ആദ്യത്തത് എന്താണ്? ഇടിച്ചു വീഴ്ത്തിയ കുന്നുകളെല്ലാം പൊടിച്ചു വന്നെങ്കിൽ, കുന്നിനു മുകളിൽ കുന്നിക്കുരുമണി കുലച്ചു നിന്നെങ്കിൽ, മുറിച്ചുണക്കിയ മരങ്ങളെല്ലാം തിരിച്ചു വന്നെങ്കിൽ. അപ്പൊ പ്രകൃതിയെ നമ്മൾ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് നോട്ട് ചെയ്താൽ മതി അല്ലേ. പുഴകളെ കുറിച്ച് എഴുതാൻ വേണ്ടി പറ്റും, തോട്, അതിനെ കുറിച്ച് നശീകരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ നമുക്കിതാ അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് പലർക്കും പലരുടെ ഭാവനയിലുള്ളതാണ് കേട്ടോ. ഇതെന്നെ എഴുതണം എന്നില്ല. നിങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതി ചൂഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ ഞങ്ങൾ കാണിക്കുന്നത് തന്നെ എഴുതണം എന്നല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി. നമ്മൾ വെറുതെ ഒരു സാമ്പിൾ ആയിട്ട് ഇങ്ങനെ ഒരു മാതൃക മാത്രമാണ്. മാതൃക. ഓക്കെ. അതിൽ നമ്മൾ കൊടുത്തത് മുറിച്ചുണക്കിയ മരങ്ങളെല്ലാം തിരിച്ചു വന്നെങ്കിൽ, തണലു വിരിച്ചൊരു കാടുകൾ വീണ്ടും തഴച്ചു നിന്നെങ്കിൽ, നിറഞ്ഞു തുളുമ്പും പുഴകൾ കണ്ട് മനസ്സ് നിറഞ്ഞെങ്കിൽ, കിളികൾ പാടും പാട്ടുകൾ കേട്ടു നാടുണർന്നെങ്കിൽ. കണ്ടോ എന്ത് രസമാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ സ്വയം ഈസി ആയിട്ട് ബാക്കിയുള്ള വരികൾ എഴുതാൻ പറ്റും. അപ്പൊ പ്രകൃതി ചൂഷണവുമായിട്ട് ബന്ധപ്പെടുത്തി എഴുതി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അടുത്തതാണ് നോട്ടീസ് തയ്യാറാക്കാം. അപ്പോൾ ഒരു നോട്ടീസ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള ഫോർമാറ്റ് ഇന്നലെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള സന്ദർഭം വേറെയാണ്. എന്താ കൊടുത്തിട്ടുള്ളത്? സ്കൂൾ തല ക്രിക്കറ്റ് പരിശീലന ക്യാമ്പിന്റെ ഉദ്ഘാടനമാണ്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് എഴുതുമ്പോൾ ആദ്യം എന്ത് ശ്രദ്ധിക്കണം? ഒരു തലക്കെട്ട് എഴുതണം. എന്താണ് ഈ നോട്ടീസിലൂടെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് നാട്ടുകാരിലോട്ട് അറിയിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കൂൾ തല ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? മെയിൻ ആയിട്ടുള്ള കാര്യം ആദ്യം കൊടുക്കണം. കാര്യങ്ങൾ എന്താണെങ്കിലും നോട്ടീസിൽ ഉണ്ടായിരിക്കും. തീയതി വേണം, എന്നാണത് നടക്കുന്നത്, ഏത് സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്, സമയം എപ്പോഴാണ് എന്നുള്ള കാര്യങ്ങളും ഏത് സന്ദർഭമാണെങ്കിലും ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ. നമ്മൾ നോട്ടീസ് എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഒരു സുഹൃത്തുക്കളെ, പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും കാര്യപരിപാടികൾ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യമാകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആ ആളുടെ പേരൊക്കെ ചേർത്തിട്ട് എഴുതാം. സന്ദർഭം അനുസരിച്ച് മാറും. പക്ഷെ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഫോർമാറ്റ് തെറ്റിക്കരുത്. ഫോർമാറ്റിനാണ് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടുക കേട്ടോ. യെസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യമാണ് പത്രവാർത്ത തയ്യാറാക്കാം. സൂചനകളൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്കൂൾ തല പരിശീലനത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ. അപ്പൊ അത് എല്ലാവരും അറിയിക്കുന്ന രീതിയിൽ ഒരു പത്രവാർത്ത. അപ്പൊ നിങ്ങൾക്ക് താഴെ ഓൾറെഡി സൂചനകളും കാര്യങ്ങളൊക്കെ സ്വാഗതം ചെയ്തത് ആരാണ്, അധ്യക്ഷ
അധ്യക്ഷൻ ആരാണ്, ആശംസ ആരാണ്, ഉദ്ഘാടനം ആരാണ്, നന്ദി പറഞ്ഞത് ആരാണ്, ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം പത്രവാർത്ത എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതണം? തലക്കെട്ട് വേണം അല്ലേ? തലക്കെട്ട് നിർബന്ധമാണ്. തലക്കെട്ട് എഴുതാതെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടില്ല. പിന്നെ രണ്ടാമതായിട്ടുള്ള സ്ഥലം നിർബന്ധമാണ്. സ്ഥലം എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആദ്യത്തെ വരിയിൽ തന്നെ എന്താണ് സംഭവം എന്നുള്ളത് ആദ്യത്തെ ഒരു വരിയിൽ കൊടുക്കണം. ഓക്കെ, അതായത് ഇന്ന സ്ഥലത്ത് സ്കൂളിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടന്നു എന്നുള്ള കാര്യം കൊടുക്കണം. സമയം ഇന്ന സമയത്താണ് നടന്നിട്ടുള്ളത്, ഇന്ന സ്ഥലത്താണ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. ഇവിടെയുള്ള ആരാണ് ഉദ്ഘാടനം ചെയ്തത്, അതുപോലെ തന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു, കാര്യങ്ങൾ പിന്നീടാണ് എഴുതി ചേർക്കുന്നത്. പിന്നെ ബാക്കിയുള്ളവരുടെ റെസ്പോണ്ട് എന്തായിരുന്നു, നല്ല വിജയകരമായിട്ടാണോ പരിപാടി സമാപിച്ചത് എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഇതിൽ അവസാനം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ പത്രവാർത്ത എഴുതേണ്ട മോഡലും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രവർത്തനം 4-ൽ 4A 4B ഏതെങ്കിലും എഴുതിയാൽ മതി. ഓക്കെ, ബി ആണ് സംഭാഷണം. അതും നമ്മൾ പറഞ്ഞല്ലേ, മിസ് അതിന്റെ ഫോർമാറ്റ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാറ്റും കുട്ടിയും തമ്മിലുള്ള രീതിയിലൊക്കെ വരാമെന്ന്. പക്ഷെ ഇവിടെ ഭാവ ജീവനെ കാക്കുന്നു എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെയാണ് വന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും അത് എഴുതാൻ. ചാപ്റ്റർ റിലേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ചാപ്റ്ററിനെ കുറിച്ച് ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ സംഭാഷണം എഴുതുമ്പോൾ ചോദ്യം ഉത്തരം. അപ്പൊ വെറുതെ ഹായ്, ഹലോ, ഹൗ ആർ യു, ഫൈൻ, ആ സാധനമല്ല. കുറച്ച് വലിയ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, എന്താണ് കൊടുത്തിട്ടുള്ള സന്ദർഭം അത് വെച്ചിട്ട് വേണം നിങ്ങൾ സംഭാഷണം എഴുതാൻ വേണ്ടി. എന്തെങ്കിലും ചോദിക്കാൻ പാടില്ല അല്ലേ? ഇവിടെ നമുക്ക് അറിയാം എന്താണ് നടന്നത് എന്നുള്ളത്, അതനുസരിച്ചുള്ള ചോദ്യോത്തരങ്ങളായിരുന്നു. ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒരു മോഡൽ കാണിച്ചു തരാം. അല്ലെ, കുട്ടി ചോദിക്കുന്നുണ്ട് കാട് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനുശേഷമാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ? അപ്പോൾ ആന പറയുന്നു അതേ കുഞ്ഞെ, കാട് വലിയൊരു തീഗോളമായി മാറി. പിന്നെ അവിടെ നിന്റെ കൂട്ടുകാർക്ക് എന്ത് പറ്റി എന്നൊക്കെ കുട്ടി ചോദിക്കുന്നു. പിന്നെ ആന പറയുന്നു പലരും ജീവൻ രക്ഷിക്കാൻ ഓരോ വശത്തേക്ക് ഓടി. പിന്നെ കുട്ടി ചോദിക്കുന്നു നിനക്ക് വല്ലാതെ സങ്കടം വരുന്നുണ്ടോ? അപ്പോൾ ആന പറയുന്നുണ്ട് തീർച്ചയായും എനിക്കും എൻ്റെ കൂട്ടുകാർക്കും താമസിക്കാനുണ്ടായിരുന്ന കാടാണ് ഇല്ലാതായത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് വലിയ സെന്റൻസുകളാണ് അല്ലേ, ആണ് എഴുതിയിട്ടുള്ളത്. അല്ലാതെ വെറുതെ 1-2 ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് സങ്കടം വരുന്നുണ്ടോ, ഉണ്ട്, അങ്ങനെ നിർത്താൻ പാടില്ല. കുറച്ച് വലിയ രീതിയിൽ. അത് ഇന്നലെ നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. സംഭാഷണം എഴുതുന്ന സമയത്ത് ചെറുതായിട്ട് എഴുതി വെക്കരുത്. കുറച്ച് വലിയ രീതിയിൽ സുഖമാണോ സുഖമല്ല ആ സാധനമല്ല, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് വേഗം എഴുതുക. ഓരോരുത്തരും ഒരു 3 ഡയലോഗ് പറയുന്ന രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ സംഭാഷണം കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് പ്രവർത്തനം, അതിൽ 2 എണ്ണം ഉണ്ട്. ഏതെങ്കിലും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് കുറിപ്പ് തയ്യാറാക്കാനും രണ്ടാമതും കുറിപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത യുദ്ധം അത്ര നല്ലതല്ല, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇതുപോലത്തെ പ്രസംഗമോ കുറിപ്പുകളൊക്കെ നിങ്ങൾക്ക് വരാൻ പോസിബിലിറ്റി കൂടുതലാണെന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹിരോഷിമ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു തലക്കെട്ട് കൊടുത്താൽ നല്ലതാണ്. തലക്കെട്ട് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാതെ ഒന്നും ഇരിക്കില്ല കേട്ടോ. തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ കൃത്യമായിട്ടൊരു എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നതെന്നുള്ളത് കൊടുക്കണം. ഓക്കെ, പിന്നെ അതിനുശേഷം ആ വിഷയത്തെ കുറിച്ചിട്ട്, ഇവിടെ ഇപ്പൊ ഹിരോഷിമ യുദ്ധത്തെ കുറിച്ചാണെങ്കിൽ നമ്മൾ നോക്കിയതുമാണ്. അത് വായിച്ചവരാണെങ്കിൽ അവരുടെ കയ്യിൽ ഓൾറെഡി ഒരു മോഡൽ ഉണ്ടാവും. കറക്റ്റ് മോഡലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നോട്ട്സിന്റെ അകത്ത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞ പോലെ യുദ്ധം എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ നിങ്ങളുടെ അഭിപ്രായം എഴുതുക. ഓക്കെ, ലാസ്റ്റ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യുദ്ധം അത്ര നല്ലതല്ല, എല്ലാവരും സ്നേഹത്തോടെ കഴിയാണ് വേണ്ടത്, ഒരിക്കലും ഒന്നും നല്ലതായിട്ടൊന്നും നൽകുന്നില്ല, എല്ലാവർക്കും നാശങ്ങളെ ഉണ്ടാക്കുന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം, സ്വന്തം ഒരു അഭിപ്രായം ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് കുറിപ്പിൽ ശ്രദ്ധിക്കേണ്ടത്. ബി പാർട്ടും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു കവിതയുണ്ട്, നിർഭയാണ് അല്ലെ? അതിൽ മെയിനായിട്ട് കവിതയാണ്. ഇത് നമ്മുടെ കവിത തന്നെയാണ്. നമ്മൾ സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിത പഠിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 3 വരിയെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ ബാക്കിയാണ് തന്നത്. എന്നിട്ട് അത് വായിച്ചിട്ട് അതിന്റെ ഒരു കുറിപ്പാണ് ചോദിച്ചത്. ആ വരികളിൽ നിങ്ങൾക്ക് അർത്ഥം തന്നിട്ടുണ്ട്, അറിയാത്തതിന്റെ അർത്ഥം ഇവിടെ തന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചു നോക്കിയിട്ട് എന്താണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്, ഈ സെയിം സാധനം ആമുഖം കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വിഷയം എന്താന്നുള്ള കാര്യം അവതരിപ്പിക്കുക. നിങ്ങളുടെ കയ്യിലുണ്ടാവും, കാരണം നമ്മുടെ നോട്ടിന്റെ അകത്ത് ഇതുണ്ട്. അപ്പോൾ നമ്മളെ നോട്ടിൽ ഈ സാധനം ഉണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ വായിച്ചു പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടാവില്ല. യെസ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളോട് മലയാളത്തിൽ ചോദിച്ചിട്ടുള്ളത്. സോ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ലൈവ് കണ്ടവർക്ക് എന്തായാലും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇനി വരുന്ന എക്സാമും എന്ത് ചെയ്യണം, അടിപൊളിയാക്കുക, ഉഷാറാക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.